സജിത്ത്, ഇന്നിപ്പോ നേതാക്കൾ സംസാരിച്ചതിൽ നമുക്കറിയാം അവർ എത്രത്തോളം ശ്രദ്ധിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ എന്നുള്ളത് അറിയാം. പക്ഷേ ഈ മൂന്നാം സീറ്റ് ആവശ്യം തഴഞ്ഞാൽ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ലീഗ് പോകാനുള്ള സാധ്യതയുണ്ടോ നാളത്തെ ചർച്ചയ്ക്ക് ശേഷം? കാര്യമായൊരു പ്രതിഷേധ സാധ്യത മുന്നിൽ കാണാനാവുന്നില്ല ധന്യ. മറ്റൊന്നുമല്ല, അത്തരം പ്രതിഷേധം അറിയിച്ചിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അത്തരം ഭിന്നിപ്പുകൾ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ല എന്നൊരു തിരിച്ചറിവ് ലീഗും നടത്തും സ്വാഭാവികമായും. പക്ഷേ തങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം, തങ്ങൾക്ക് പറയാനുള്ള ശക്തി, അത് കൃത്യമായി ഉന്നയിക്കുക എന്നതാവും ലീഗ് മുന്നോട്ട് വയ്ക്കുക. നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ മലബാർ മേഖലയിൽ വരുന്ന സീറ്റുകൾ, അതായത് കൃത്യമായ 6 സീറ്റുകളിൽ ലീഗിൻ്റെ സാന്നിധ്യം അതിശക്തമായി തന്നെയുണ്ട്. നമുക്ക് വടക്കു നിന്നും പരിശോധിക്കുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വടകര, മലപ്പുറം, പൊന്നാനി ഈ സീറ്റുകളിൽ ലീഗിൻ്റെ സാന്നിധ്യം അതിശക്തമാണ്. ലീഗ് എന്ന ഒരു പ്രധാനപ്പെട്ട കച്ചിത്തുരുമ്പിലാണ്, അല്ലെങ്കിൽ ഒരു സാന്നിധ്യത്തിലാണ് അവിടെ UDF വിജയിച്ച് കയറുന്നത്. തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിൽ മലപ്പുറം, പൊന്നാനി പോലെയുള്ള സീറ്റുകൾ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അത് ജയിക്കേണ്ടത് ലീഗിൻ്റെ തന്നെ ആവശ്യമാണ്. അത് സ്വാഭാവികം നടക്കും. മറ്റ് 4 സീറ്റുകളും കോൺഗ്രസ് മത്സരിക്കുന്നതാണ്. കാസർഗോഡ് കൃത്യമായി പറഞ്ഞാൽ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനായിരിക്കും അവിടുത്തെ UDFിൻ്റെ സ്ഥാനാർത്ഥി. അവിടെ വിജയിക്കണമെങ്കിൽ ലീഗിൻ്റെ പിന്തുണ കൂടിയേ തീരൂ. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂരിലും കൃത്യമായ ലീഗ് വോട്ടുകളുണ്ട്. അവിടെയും കൃത്യമായ ലീഗ് പിന്തുണയാൻ പറ്റുള്ളൂ. ലീഗിനെ പിണക്കിയാൽ അത് സാധ്യമാവില്ല. കോഴിക്കോടേക്ക് വരുമ്പോൾ ചിത്രവും അത് തന്നെയാണ്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പരാമർശിച്ച വടകരയാണ്. ഈ സീറ്റുകളിലെല്ലാം കൃത്യമായി വയനാട്ടിലൊക്കെ ലീഗില്ലെങ്കിൽ എപ്പോൾ തോറ്റു എന്ന് ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ വയനാടിൻ്റെ കാര്യം ധന്യ ഓർമ്മിച്ചു തന്നായി. വയനാടിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയതാണ്. കൃത്യമാണ്, വയനാട് എന്ന സീറ്റിൽ ലീഗ് സാന്നിധ്യം എന്നത് അങ്ങേയറ്റം നിർണായകമാണ്. കാരണം അവിടെ UDFിൻ്റെ കോട്ടയാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ലീഗ് കോട്ട എന്നതാണ് എൻ്റെ ചിത്രം. അത് അവിടെ രാഹുൽ ഗാന്ധി വിജയിക്കുന്നത് കൃത്യമായ ലീഗിൻ്റെ പിന്തുണയോടെയാണ്. അതുകൊണ്ട് ലീഗിനെ പിണക്കിയാൽ വയനാട്ടിലേക്ക് വന്നാൽ പോലും രാഹുൽ ഗാന്ധിയുടെ സാധ്യത അത് എങ്ങനെയാകുമെന്ന ആശങ്ക തീർച്ചയായും കോൺഗ്രസിനുണ്ടാകും. ശരി, അനീഷ് വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ എടുത്ത് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എത്ര വലിയ കോട്ടയാണ് ലീഗ് പണിതിട്ടുള്ളത്, എത്രത്തോളം വോട്ട് കോൺഗ്രസിന് അവിടെ അവകാശപ്പെടാനുണ്ടെന്ന് കണക്കനുസരിച്ച് ഇപ്പോൾ സൈത്ത് പറഞ്ഞതുപോലെ കണക്കനുസരിച്ച് നോക്കിയാൽ അത് വളരെ കൃത്യമാണ്. അപ്പോൾ പിണക്കാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ ഈ ലീഗിനുള്ളിലുള്ള അണികളിൽ ഇപ്പം നേതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായിട്ടും അംഗീകരിച്ചേ പറ്റൂ. എങ്കിൽ പോലും അണികൾക്കുള്ളിലുള്ളൊരു അവർഷം, ഇപ്പം സീറ്റ് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള അവഗണനയുണ്ട്. അപ്പുറത്തു നിന്ന് കഴിഞ്ഞ ദിവസം P. രാജീവ് ഉൾപ്പെടെയുള്ളവർ വിളിച്ചതുപോലെ ഇത്രയും അവഗണന സഹിച്ച് അവിടെ നിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ നിരന്തരമായിട്ട് LDFിനകത്ത് നിന്ന് ഈ വിളികളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉള്ളിൽ നിന്ന് അണികൾ സംസാരിക്കുന്നത് എന്താണ്? രണ്ട് തരത്തിലെ ചർച്ചകൾ ഇപ്പോഴും ലീഗിനുള്ളിൽ ശക്തമാണ്. കാരണം ഇടതുപക്ഷത്തിന് വേണ്ടി നേരിട്ടല്ലെങ്കിൽ പോലും വാദിക്കുന്ന ഒരു വിഭാഗവും ഇടതുപക്ഷത്തിനെ ശക്തമായി എതിർക്കുന്ന മറ്റൊരു വിഭാഗവും. നമുക്കറിയാം, ഈ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുവ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് CPM സെമിനാറിലേക്ക് ലീഗിനെ ക്ഷണിച്ചപ്പോൾ വേണമോ വേണ്ടയോ എന്നൊരു തേങ്ങൽ ലീഗിനുണ്ടായിരുന്നു. പിന്നീട് അത് മുന്നണിയുടെ ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി ആ ക്ഷണം തങ്ങൾ നിരസിക്കുന്നുവെന്ന് അറിയിച്ചു. എന്നാൽ രണ്ടാമത് ഈ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിളിച്ചാൽ വരുമെന്നാണ് ലീഗ് MP ആയ ET മുഹമ്മദ് ബഷീർ പറഞ്ഞത്. ആ ക്ഷണം ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ചില ചർച്ചകൾ നടക്കുകയും അതിൽ ലീഗിന് പ്രത്യേക യോഗം ചേരേണ്ടി വന്നു, കോൺഗ്രസിന് പ്രതികരിക്കേണ്ടി വരുന്നു. ഉടനെ ആ വിഷയത്തിലും അവസാനം ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഭദ്രമാക്കാനായി തങ്ങൾ ഈ ക്ഷണം നിരസിക്കുന്നുവെന്ന് CPM-നെ അറിയിക്കുകയുമാണ് ചെയ്തത്. ഇത്തരത്തിൽ നിരന്തരം വിളിക്കാൻ പാകത്തിനുള്ള ഒരു രീതിയിലുള്ള ഒരു ഇരിപ്പുവശം ഇരു പാർട്ടികളിലെയും ചില നേതാക്കളും CPM-മായി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ അണികളുടെ തട്ടിലും ഇത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. കാരണം സമസ്തയൊക്കെ ലീഗിൽ നിന്നും അടർത്തി മാറ്റി, അല്ലെങ്കിൽ സമസ്ത എന്ന പണ്ഡിത സംഘടനയിലെ ആർക്കെങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവം അല്ലെങ്കിൽ CPM-ന്റെ ഒരു അസ്പൃശ്യത ഉണ്ടെന്ന് പറയുന്ന പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അത് മാറിയിരിക്കുന്നു. കാന്തപുരം വിഭാഗം ഏതാണ്ട് പൂർണ്ണമായി CPM-നെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളും CPM-നെ പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ ലീഗിനുള്ളിൽ പോലും രണ്ട് തരത്തിലുള്ള ചിന്തകൾ വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ദൂരക്കാഴ്ച ഒരുപക്ഷെ ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി മാറ്റമോ അല്ലെങ്കിൽ ഈ മുന്നണി മാറ്റ ചർച്ചകളെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങളോ ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും വരുന്ന ഭാവിയിൽ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് CPM-ന് ഈ ലീഗിന് സ്വീകരിക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാരണം ഈ മുസ്ലിം വിഷയങ്ങളിൽ ഈ രണ്ട് പാർട്ടികളും എടുക്കുന്ന വേഗതയാണ് ഇതിലെ പ്രധാന പ്രശ്നം. കാരണം CPM എന്തെങ്കിലും ഈ ന്യൂനപക്ഷ വിഷയങ്ങൾ വന്നാൽ വളരെ പെട്ടെന്ന് അതിൽ പ്രതികരിക്കും.
പ്രതികരിക്കുകയും കോൺഗ്രസിന് അത് പ്രതികരിക്കാൻ സമയം വേണ്ടി വരികയും ചെയ്യുന്നൊരു സാഹചര്യം. കാരണം കേരളത്തിലെ മാത്രം നിലപാടുകൾ അനുസരിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനാവില്ല. കാരണം ഈ രാജ്യത്തെ മൊത്തം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട പാർട്ടിയാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനമൊക്കെ കഴിഞ്ഞു വേണം ഇത്തരം വിഷയങ്ങളിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ. പക്ഷേ ആ കാലവിളംബം CPM-ന് ഇല്ല. അതുതന്നെയാണ് ഒരുപക്ഷെ കൂടുതൽ ഈ ലീഗ് വോട്ടർമാരെ CPM-ലേക്ക് അടുപ്പിക്കുന്നുണ്ടോ എന്ന വികാരം ശക്തമായി വരുന്നത്. ഇപ്പം അടുത്ത